ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ അപകടം. ഭക്തർക്കിടയിലേക്ക് ട്രാക്ടർ പാഞ്ഞു കയറിയാണ് അപകടമുണ്ടായത്. ഇന്ന് വൈകിട്ട് 6:10 അപകടമുണ്ടായിരുന്നത്. 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. മാലിന്യം കൊണ്ടുപോകുന്ന ട്രാക്ടറാണ് അപകടമുണ്ടാക്കിയത്. കനത്ത മഴയിൽ കുത്തനെയുള്ള റോഡിൽ വാഹനം നിയന്ത്രണം വിടുകയായിരുന്നു. ഡ്രൈവറെ സന്നിധാനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ട്രാക്ടറിൽ 5ഓളം പേരുണ്ടായിരുന്നതായി ശുചീകരണ തൊഴിലാളികൾ പറഞ്ഞു. വഴുക്കലുള്ള റോഡിലാണ് അപകടമുണ്ടായതെന്ന് സന്നിധാനം SI അരുൺ പറയുന്നു. കനത്ത മഴ പെയ്തപ്പോൾ ട്രാക്ടർ റോഡിനോട് ചേർന്ന് അടുപ്പിച്ചു. വേസ്റ്റ് എടുക്കാൻ പോകുന്ന ട്രാക്ടറാണിത്. ജീപ്പ് റോഡിലാണ് അപകടമുണ്ടായത്. ഭക്തർ സാധാരണഗതിയിൽ ഇതുവഴി അധികം പോകാറില്ല. 9ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരെ പമ്പയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് സ്വദേശിയായ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഒരു മലയാളിയുമുണ്ട്. കൊല്ലം സ്വദേശി രാധാകൃഷ്ണനാണ് പരിക്കേറ്റത്. ബാക്കിയുള്ളവർ കർണാടക, തെലങ്കാന സ്വദേശികളാണെന്നും SI പറഞ്ഞു. അതേസമയം ശബരിമല പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 51 പേർക്ക് പരിക്കേറ്റു. 12 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. പമ്പയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് പോയ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് പോയ ചെയിൻ സർവീസ് ബസ്സുമായിരുന്നു കൂട്ടിയിടിച്ചത്. അപകടത്തിൽ യാത്രക്കാരായ 51 അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പമ്പ ഗവൺമെന്റ് ആശുപത്രിയിലേക്കായിരുന്നു പ്രവേശിപ്പിച്ചത്. ഇവരിൽ 13 പേരുടെ പരിക്ക് സാരമുള്ളതായിരുന്നു. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പത്തനംതിട്ട പമ്പ പാതയിൽ അരമണിക്കൂറോളമാണ് അന്ന് ഗതാഗതം തടസ്സപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അതേസമയം KSRTC മാത്രം സർവീസ് നടത്തുന്ന ശബരിമല പാതയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ നിലയിൽ അപകടങ്ങൾ ഉണ്ടായിരുന്നു. തീർത്ഥാടകർക്ക് പൊതുഗതാഗത രംഗത്ത് ശബരിമല പാതയിൽ ഏക ആശ്രയമായ KSRTC അപകടങ്ങൾ പതിവാവുന്നത് ഭക്തർക്ക് ആശങ്കയാണെന്ന് അന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെയൊരു ട്രാക്ടർ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടങ്ങൾ ആവർത്തിക്കുന്നതിൽ KSRTC മാനേജ്മെന്റ് പ്രതികരിക്കുകയും ചെയ്തില്ലായിരുന്നു. കൂടാതെ കഴിഞ്ഞ ആഴ്ച ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച അതിവേഗതയിലായിരുന്ന കാർ മേൽപ്പാലത്തിന്റെ കൈവരിയിലിടിച്ച് താഴെയുണ്ടായിരുന്ന അടിപ്പാതയിലേക്ക് വീണ് 4 പേർ മരിച്ചിരുന്നു. കർണാടകയിലെ കോലാർ ജില്ലയിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം നടന്നതെന്ന് പോലീസ് അറിയിച്ചിരുന്നു. മാലൂർ തോക്കിലെ ഹബ്ബോഹള്ളി ഗ്രാമത്തിൽ പുലർച്ചെ 2:15-നും 2:30-നും ഇടയിലായിരുന്നു അപകടം സംഭവിച്ചത്. പോലീസ് പറയുന്നതനുസരിച്ച് സുഹൃത്തുക്കളായിരുന്ന മരിച്ച 4 പേരും ശബരിമലയിലേക്ക് പോവുകയായിരുന്നു. അമിത വേഗതയിലായിരുന്നു കാർ മേൽപ്പാലത്തിന്റെ വശത്തെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തെ ഉദ്ധരിച്ച് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ഇടിയുടെ ആഘാതം വളരെ ശക്തമായതിനാൽ വാഹനവും അതിലുണ്ടായിരുന്ന 4 പേരും ഏകദേശം 100 മീറ്ററോളം താഴ്ചയിലേക്ക് വീഴുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ശബരിമല ഭക്തർക്ക് അപകടമുണ്ടാവുന്നത് ഇപ്പോൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.